ഗ്രാവിറ്റേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത ചാപ്റ്റർ, 8ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്ന ഗ്രാവിറ്റേഷൻ. അതായത് നമ്മുടെ പാർട്ട് 1 ടെക്സ്റ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയയിൽ നമുക്ക് പഠിക്കാൻ തന്നേക്കുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത്, അത് തന്നെ അബവ് ദ സർഫസ് ഓഫ് ദ എർത്തും ബിലോ ദ സർഫസ് ഓഫ് ദ എർത്തും. ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടായിരിക്കും ഇനിയുള്ള ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യം ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണെന്ന് നോക്കാം. ഇത് നിങ്ങൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം എന്താണ്, യൂണിവേഴ്സിലെ എല്ലാ പാർട്ടിക്കിളും എന്ത് ചെയ്യാണ്, പരസ്പരം അട്രാക്റ്റ് ചെയ്യാണ് അല്ലേ, വിത്ത് എ ഫോഴ്സ്. അതായത് യൂണിവേഴ്സിലെ എല്ലാ പാർട്ടിക്കിളും ഒരു ഫോഴ്സ് മൂലം പരസ്പരം അട്രാക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആ ഫോഴ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് മാസുകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സാണ്. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് അട്രാക്റ്റീവ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രണ്ട് മാസ് നമ്മൾ എടുക്കുന്നു, ഹാവിങ് മാസസ് M1 ആൻഡ് M2. ഈ രണ്ട് മാസുകളുടെയും സെൻറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് R എങ്കിൽ ഈ രണ്ട് പാർട്ടിക്കിളും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദ ടു മാസസ്. ആ രണ്ട് മാസുകളുടെയും പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പിന്നെന്താ പ്രത്യേകത, അവ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. ഡിസ്റ്റൻസ് എവിടെ നിന്നാണ് എടുക്കുന്നത്, രണ്ട് മാസുകളുടെയും സെൻറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് എങ്ങനെയായിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, G എന്ന് പറയും, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും, G(M1 M2) ഡിവൈഡഡ് ബൈ R². ഇതാണ് ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് യൂണിവേഴ്സിലെ എല്ലാ പാർട്ടിക്കിളും എന്ത് ചെയ്യണം, അട്രാക്ട് ഈച്ച് അതർ വിത്ത് എ ഫോഴ്സ്. ദാറ്റ് ഫോഴ്സിൻ്റെ പ്രത്യേകത എന്താണ്, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു മാസസ്. ഹിയർ ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഈസ് G. G ഈസ് കോൾഡ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് എന്ന് പറയാം. ഇനി ജിയുടെ വാല്യൂ എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, 6.67 × 10⁻⁻11. നമ്മൾ ജിയുടെ ഡയമെൻഷനൊക്കെ കണ്ടുപിടിച്ചാണ്. അതായത് ജിയുടെ യൂണിറ്റ് എങ്ങനെ പറയാം, Newton m²/kg². അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഇക്വേഷനിൽ നിന്ന് ജിയുടെ വാല്യൂ എഴുതുക. ജിയുടെ വാല്യൂ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം, G = FR²/M1 M2. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ മീറ്റർ, ഡിസ്റ്റൻസ് സ്ക്വയർ ആകുമ്പോൾ മീറ്റർ², പെർ രണ്ട് മാസുകളാകുമ്പോൾ കിലോഗ്രാം × കിലോഗ്രാം². അപ്പോൾ ജിയുടെ യൂണിറ്റ് Newton m²/kg². ജിയുടെ വാല്യൂ നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ കാവൻഡിഷിൻ്റെ എക്സ്പെരിമെൻസിൽ നിന്നാണ്. ആരുടെയാണ്, കാവൻഡിഷിൻ്റെ എക്സ്പെരിമെൻസിൽ നിന്നാണ് നമുക്ക് ജിയുടെ വാല്യൂ കിട്ടിയത്. ജിയുടെ വാല്യൂ എത്രയാണ്, 6.67 × 10⁻11 Nm²/kg². ജിയുടെ ഡയമെൻഷൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. എത്രയാണ്, m⁻⁻1 L³ T⁻⁻². ഇതാണ് ജിയുടെ ഡയമെൻഷൻ. ഇനി ഈ ഫോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ ഫോഴ്സസ് ആർ ആക്ടിങ് അലോങ് ദ ലൈൻ ജോയിനിങ് ദ ടു മാസസ്. അപ്പോൾ ഈ രണ്ട് മാസുകളുടെയും സെൻറ്റേഴ്സ് ജോയിൻ ചെയ്ത ലൈനിൽ അതിലൂടെയാണ് ഏത് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ വരുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ വരുന്നത്. ഇതിനെ ഇനി നമ്മൾ വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, R വെക്ടറിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറോട് എഴുതുക. അതായത് G(M1 M2) ഡിവൈഡഡ് ബൈ R² × R⁻ എഴുതുക അല്ലയോ, വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ. ഇനി R⁻ എന്ന് പറഞ്ഞ യൂണിറ്റ് വെക്ടറിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാം, R⁻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ R/R ആണ്. അപ്പോൾ എഫിനെ എങ്ങനെ എഴുതാം, F = G(M1 M2) ഡിവൈഡഡ് ബൈ R² × വെക്ടർ R/R. അപ്പോൾ ഈ ആറും കൂടെ R³ ആകും. അപ്പോൾ F = G(M1 M2) ഡിവൈഡഡ് ബൈ R³ × വെക്ടർ R. വെക്ടർ R ആണ് വരുന്നെങ്കിൽ ഡിനോമിനേറ്ററിൽ എന്ത് വരും, R³ വരും. R⁻ ആണ് വരുന്നെങ്കിൽ ഡിനോമിനേറ്ററിൽ എത്ര ആയിരിക്കും വരുന്നത്, R² ആയിരിക്കും വരുന്നത്. ഇനി ഫസ്റ്റ് പാർട്ടിക്കിൾ സെക്കൻഡ് പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം, F12 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അതിൻ്റെ ഡയറക്ഷനിൽ യൂണിറ്റ് വെക്ടർ എങ്ങനെ എഴുതാം, R12 എന്ന് എഴുതാം. എന്നല്ലോ. ഇത് തിരിച്ച് സെക്കൻഡ് പാർട്ടിക്കിൾ ഫസ്റ്റ് പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സോ
F21 എന്നിത്. അതിൻ്റെ ഡയറക്ഷൻ യൂണിറ്റ് വെക്ടർ എങ്ങനെയായിരിക്കും? R21 ആയിരിക്കും. അപ്പോൾ ഒന്ന് ഇങ്ങോട്ടാണെങ്കിൽ മറ്റേത് ഇങ്ങോട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എന്തെന്ന് പറയാം? F12 ഈക്വൽ ടു മൈനസ് F21 ആയിരിക്കും. കാരണം എന്താ? പൊസിഷൻ വെക്ടറിൻ്റെ ഡയറക്ഷൻ മാറിയിരിക്കുകയാണ്. അപ്പോൾ ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താ പറയുന്നത്? എവറി പാർട്ടിക്കിൾ ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ വിത്ത് എ ഫോഴ്സ് is directly proportional to the product of the masses and inversely proportional to the square of the distance between the two masses. അല്ലെ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ? F equal to Gm1 m2 by r². ജിയെ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ജിയുടെ വാല്യൂ എത്രയാണ്? 6.67 ഇൻറ്റു 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ജിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് ആരുടെ എക്സ്പെരിമെൻറ്റിൽ നിന്നാണ്? കാവൻഡിഷിൻ്റെ എക്സ്പെരിമെൻറ്റിൽ നിന്ന്. പിന്നെ അതിൻ്റെ വെക്ടർ ഫോം. ഈ ഫോഴ്സ് ആക്ട് ചെയ്തത് എപ്പോഴും ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത്? ദ ഫോഴ്സസ് ആർ ആക്ടിങ് അലോങ് ദ ലൈൻ ജോയിനിങ് ദ ടു മാസസ്. ഫസ്റ്റ് പാർട്ടിക്കിൾ സെക്കൻഡ് പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് F12. സെക്കൻഡ് പാർട്ടിക്കിൾ ഫസ്റ്റ് പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് F21. F12ഉം F21ഉം എന്തായിരിക്കും? ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കും. അടുത്തത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പം ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അതിൽ നിന്നും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കണം ആ ഇക്വേഷൻ വെച്ചിട്ട്. എന്നിട്ട് ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അത്രയും കൂടെ ആകുമ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ തീരും. അപ്പോൾ അതിനായിട്ട് എർത്ത് കൺസിഡർ ചെയ്യാം. എർത്തിൻ്റെ മാസാണ് M, എർത്തിൻ്റെ റേഡിയസ് ആണ് R. ഇനി എർത്തിനെ നമ്മളൊരു സ്പിയർ ആയിട്ട് അസ്യൂം ചെയ്യാണ്. എർത്തിൻ്റെ സർഫസിൽ നമ്മൾ ഒരു സ്മാൾ m മാസ് പ്ലേസ് ചെയ്തേക്കാണ്. ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ മാസാണ് M. അപ്പോൾ കൺസിഡർ എർത്ത് ആസ് എ സ്പിയർ ഹാവിംഗ് മാസ് M ആൻഡ് റേഡിയസ് R. എ സ്മാൾ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ഹാവിംഗ് മാസ് സ്മാൾ m. അപ്പോൾ ഈ പാർട്ടിക്കിളിൽ എർത്ത് ഒരു ഫോഴ്സ് കൊടുക്കുമല്ലോ, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എങ്ങനെ? Gm1 m2 by r². അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒന്ന് ഏതാണ്? എർത്താണ്. അപ്പോൾ എർത്തിൻ്റെ മാസ് M. രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെ മാസ് എന്താണ്? സ്മാൾ m ആണ്. ഇനി ഈ രണ്ട് പാർട്ടിക്കിളും തമ്മിൽ ഈ പാർട്ടിക്കിളും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ്? R ആണ് എർത്തിൻ്റെ റേഡിയസ്. അപ്പോൾ എന്താണെന്ന് എഴുതാം? Gmm by r². ഇനി എർത്തിൻ്റെ സർഫസിൽ ഒരു ഒബ്ജക്റ്റ് ഇരുന്നാൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതായത് അതിൻ്റെ വെയിറ്റ് mgക്ക് ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വെയിറ്റ് mg ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എഫിന് പകരം നമുക്ക് എന്തെന്ന് കൊടുക്കാം? m ഇൻറ്റു g എന്ന് കൊടുക്കാം. ഈക്വൽ ടു Gmm ഡിവൈഡഡ് ബൈ r². ഈ എമ്മും ക്യാൻസൽ ആയിപ്പോൾ. ബാക്കി ജിയുടെ വാല്യൂ എത്രയായിട്ട്? G ഈക്വൽ ടു Gm by r². അപ്പോൾ ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. M എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ മാസ് ഓഫ് എർത്ത്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് എർത്ത് ആണ്. ആണല്ലോ. അപ്പോൾ G ഒരു കോൺസ്റ്റന്റ് ആണ്, മാസ് ഓഫ് എർത്തും കോൺസ്റ്റന്റ് ആണ്. പിന്നെ ജിയുടെ വാല്യൂ മാറുന്നത് എങ്ങനെ? എർത്തിൻ്റെ റേഡിയസിനനുസരിച്ച് വേരി ചെയ്യുക. കാരണം നമുക്കറിയാം എർത്തിൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ ഇക്വിറ്റോറിയൽ റേഡിയസും പോളാർ റേഡിയസും തമ്മിൽ വേരിയേഷനുണ്ട് അല്ലേ? അപ്പോൾ അതനുസരിച്ച് എർത്തിൻ്റെ റേഡിയസിനനുസരിച്ചും ഏതിന് വേരിയേഷൻ വരാം? ജിയുടെ വാല്യൂവിന് വേരിയേഷൻ വരാം. അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നെന്ന് പറയുന്നത് എർത്തിൻ്റെ ഷേപ്പാണ്. ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം റേഡിയസിലുള്ള വേരിയേഷൻ. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ ഷേപ്പ് ഓഫ് ദി എർത്ത്. രണ്ടാമത്തേതാണ് വേരിയേഷൻ ഓഫ് ജി വിത്ത് ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റിനനുസരിച്ച് ജിക്കുള്ള വേരിയേഷൻ. മൂന്നാമത്തേതാണ് വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്ത്, അതായത് ഉള്ളിലേക്ക് വരുമ്പോൾ ജിക്ക് ഉണ്ടാകുന്ന വേരിയേഷൻ. അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് ഫാക്ടേഴ്സ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഷേപ്പ് ഓഫ് എർത്ത്, ആൾട്ടിറ്റ്യൂഡ്, ഡെപ്ത്. അപ്പോൾ ഫസ്റ്റ് ഷേപ്പ് ഓഫ് എർത്ത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇക്വിറ്റോറിയൽ റേഡിയസും പോളാർ റേഡിയസും തമ്മിലും കുറച്ച് വേരിയേഷൻ ഉണ്ട്. അതായത് ഇക്വേറ്ററിൽ എന്ന് പറയുമ്പോൾ എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുറച്ച് ബൾജ് ചെയ്താൽ കാണപ്പെടുന്നത്.
പോൾസിലാണെങ്കിൽ അതെന്ത് ചെയ്യും, ഫ്ലാറ്റ് ആൻഡ് ചെയ്താൽ കാണും. അപ്പോൾ ഇക്വറ്റോറിയൽ റേഡിയസ് എന്ന് പറയുന്നത് പോളാർ റേഡിയസിനേക്കാൾ ഏകദേശം 21 കിലോമീറ്റർ കൂടുതലാണ്. അപ്പോൾ ഇക്വറ്റോറിയൽ റേഡിയസ് ഈസ് ഗ്രേറ്റർ ദാൻ പോളാർ റേഡിയസ്. അന്നേരം നോക്കിക്കേ, ജിയുടെ വാല്യൂ വേരി ചെയ്യുന്നത് ഇത് രണ്ടും കോൺസ്റ്റൻസ് ആണ്. പിന്നെ ഏതിനനുസരിച്ചാണ്, റേഡിയസിനനുസരിച്ച്. അപ്പോൾ ജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r ഇക്വറ്റോറിയലിലെ വാല്യൂവും ജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r പോളാർ. അപ്പം നമ്മൾ പറഞ്ഞു ഇക്വറ്റോറിയൽ റേഡിയസ് ആണ് കൂടുതൽ ഏതിനേക്കാൾ, പോളാർ റേഡിയസിന്. അപ്പോൾ ആ ഇയുടെ വാല്യൂ കൂടുതലാണ്. അപ്പോൾ ജി ഇ എന്ന് പറയുമ്പോൾ ഇക്വറ്റോറിയലിലെ വാല്യൂ, ജി പി എന്ന് പറയുമ്പോൾ പോളാറിലെ വാല്യൂ. അപ്പോൾ ഡിനോമിനേറ്ററിലെ വാല്യൂ കൂടുതലാണെങ്കിൽ 1/, ആ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെന്ന് പറയാം, ജി ഇക്വേറ്റർ ഈസ് ലെസ് ദാൻ ജി പോളാർ ആയിരിക്കും. കാരണം എന്താണ്, ആർ ഇ എന്ന് പറയുന്ന ആർ പിയേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഡിനോമിനേറ്ററിലെ വാല്യൂ കൂടുതലാണ്. അപ്പോൾ 1/, ആ വാല്യൂ ചെയ്യുമ്പോൾ എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ നമുക്ക് പറയാം ജിയുടെ വാല്യൂ മാക്സിമം വരുന്നത് എവിടെയാണ്, കൂടുതൽ വരുന്നത് ഇക്വേറ്ററിനേക്കാൾ കൂടുതൽ എവിടെയായിരിക്കും, പോൾസിലായിരിക്കും. അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റിനെ ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. കാരണം എന്താണ്, ജിയുടെ വാല്യൂ പോൾസിലാണ് കൂടുതൽ, എവിടത്തേനേക്കാൾ, ഇക്വേറ്ററിനേക്കാൾ. അപ്പോൾ നമുക്കറിയാം F=mg ആണ് വെയിറ്റ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ജിയുടെ വാല്യൂ പോൾസിൽ കൂടുതലാണെങ്കിൽ ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് പോകുന്നതോറും ആ ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്ത് ചെയ്യും, കൂടിക്കൂടി വരും. അതാണ് ഷേപ്പ് ഓഫ് എർത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയാണ്. അടുത്തത് വേരിയേഷൻ ഓഫ് ജി വിത്ത് ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് അബവ് ദ സർഫസ് ഓഫ് എർത്ത്. അപ്പം നമ്മൾ എർത്ത് കൺസിഡർ ചെയ്യുക, ഹാവിങ് റേഡിയസ് ആർ. എർത്തിൻ്റെ സർഫസിൽ നിന്ന് h ഹൈറ്റിൽ m മാസമുള്ള ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് h ഹൈറ്റിൽ m മാസമുള്ള ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത്രയും ഹൈറ്റിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് എങ്ങനെ എഴുതാം, GH=gm/r² ആണ് ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ ഒബ്ജക്റ്റിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, r അല്ലല്ലോ, എത്രയാണ്, r+h², ഇക്വേഷൻ 1. ഇനി ഓൺ ദ സർഫസിലാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്, നമ്മൾ പഠിച്ച ഇക്വേഷൻ gm/r² ആണല്ലോ. ഓൺ ദ സർഫസിൽ നിന്ന് h ഹൈറ്റിലുള്ള വേരിയേഷൻ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഹൈറ്റിലുള്ള ഇക്വേഷൻ എഴുതി, ഓൺ ദ സർഫസിലുള്ള ഇക്വേഷൻ എഴുതി. ഇനി ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, GH/G = gm/r+h² ഡിവൈഡഡ് ബൈ gm/r². ഇത് ക്യാൻസൽ ആയിപ്പോൾ ഈ r² മുകളിൽ ഇപ്പോൾ r+h² താഴെ വരും. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും, r²/r+h² എന്ന് വരും. ഈ ഇക്വേഷൻ കാണാൻ പഠിക്കണം, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ട്. ഇനി ഇതിന് നമുക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. പ്രോബ്ലം ചെയ്യുന്നതിന് നമ്മൾ ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം, r²/r+h². ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന ഇക്വേഷൻ നമുക്ക് അതിൻ്റെ വേരിയേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് GH/G = ഈ r²നെ ഞാൻ 1/r+h² ഡിവൈഡഡ് ബൈ r² എന്ന് എഴുതാം അല്ലേ. അതായത് ഈ r², 1/r² എന്ന് പറയുന്നത് ഈ r² എന്തായാലും എവിടെ പോകുന്നതാ, ന്യൂമറേറ്ററിൽ പോകുന്നത്. ഈക്വൽ ടു നമുക്ക് ഈ ഇതിനെ രണ്ടും ഒരുമിച്ച് ഒരു സ്ക്വയർ ടൈമിനകത്താക്കാം, 1/r+h/r² എഴുതാമല്ലോ. അങ്ങനെ എഴുതുമ്പോൾ താഴത്തെ ടൈമിനെ സെപ്പറേറ്റ് r കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1/r/r 1 പ്ലസ് h/r² എന്ന് എഴുതാം. ഈക്വൽ ടു 1, ഈ 1 + h/r² മുകളിൽ പോകുമ്പോൾ എന്ത് വരും, 1 + h/r⁻² -2 എന്ന് വരും. ഇതിനെ നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ 1 - 2h/r പ്ലസ് അങ്ങോട്ടും അതിൻ്റെ ഓരോ ഹയർ ടേംസ് വരും. പക്ഷെ നോക്കിക്കേ, റേഡിയസ് ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ വലിയ വാല്യൂ, അതിൻ്റെ സർഫസിൽ നിന്നുമുള്ള ഒരു സ്മോൾ ഹൈറ്റിലുള്ള ഒബ്ജക്റ്റ് ആണ് m എന്ന് പറയുന്നത്. അപ്പോൾ ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ h എന്ന് പറയുന്നത് എന്താണ്, വെരി വെരി ലെസ് ദാൻ ആണ് ആറിനേക്കാൾ. h എന്ന് പറഞ്ഞാൽ ആറിനേക്കാൾ വളരെ ചെറുത്. അപ്പോൾ h/r തന്നെ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് ആറിൻ്റെ ഹയർ ടേംസ് r² അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഈ വാല്യൂ എന്ത് ചെയ്യും, നിയർലി ഈക്വൽ ടു 0. അതുകൊണ്ട് ആ ഹയർ ടേംസ് നമ്മൾ അങ്ങ് നെഗ്ലക്ട് ചെയ്തു. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 1 - 2h/r എന്ന് കിട്ടി ആണല്ല. അപ്പോൾ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എങ്ങനെ വരും, GH/G = 1 - 2h/r എന്ന് വന്നു.
അല്ലെ GH/G ഈക്വൽ ടു 1 മൈനസ് 2h/r അല്ലെ GH ഈക്വൽ ടു എത്ര എന്ന് എഴുതാം നമുക്ക് GH ഈക്വൽ ടു G ഇൻറ്റു 1 മൈനസ് 2h/r. ഇതാണ് ഹൈറ്റിനനുസരിച്ചുള്ള എച്ചിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വേരിയേഷൻ്റെ ഫൈനൽ ഇക്വേഷൻ. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാണെന്ന് ഞാൻ പറഞ്ഞു. GH/G ഈക്വൽ ടു r²/r+h². കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ അതിൻ്റെ ഫുൾ ടേംസ് എടുക്കുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹയർ ടേംസ് നെഗ്ലക്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ നോക്കിക്കേ GH ഈക്വൽ ടു G മൈനസ് 2hg/r, അതായത് ജിയിൽ നിന്ന് ഇത്രയും ഒരു 2h/r ഇൻറ്റു ജി എന്ന് പറയുന്ന ടേമും കൂടെ കുറയ്ക്കുന്നതാണ് h ഹൈറ്റിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓൾറെഡി എത്രയാണോ ജി അതിൽ നിന്ന് 2hg/r മൈനസ് ചെയ്യണം. അപ്പോൾ ഹൈറ്റിനനുസരിച്ച് നമുക്ക് എന്തെന്ന് പറയാം, ജിയുടെ വാല്യൂ എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ ഹൈറ്റിനനുസരിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിരിക്കും, ഡിക്രീസ് ചെയ്യുകയാണ്. അടുത്തത് വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്ത് ഓർ ബിലോ ദ സർഫസ് ഓഫ് എർത്ത്. അപ്പം എർത്തിൻ്റെ മാസ് എം ഹാവിങ് റേഡിയസ് ആർ, എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഡി ഡെപ്തിൽ നമ്മൾ എം മാസുള്ള ഒരു ഒബ്ജക്റ്റ് വെക്കുന്നു. അപ്പോൾ ഇനി ഡെപ്തിനനുസരിച്ചുള്ള വേരിയേഷൻ പറയുമ്പോൾ ഇവിടെ മാസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് ആസ് എ ഫങ്ഷൻ ഓഫ് ഡെൻസിറ്റി ആയിട്ട് നമ്മൾ പറയണം. നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ വോളിയാണ്. ഡെൻസിറ്റി റോ ഈക്വൽ ടു മാസ് ബൈ വോളിയം, മാസ് ഓഫ് ദ എർത്ത് ബൈ വോളിയം ഓഫ് ദി എർത്ത്. അപ്പോൾ മാസ് ഓഫ് ദി എർത്ത് എഴുതുന്നിടത്തെല്ലാം റോ ഇൻറ്റു വോളിയം ഓഫ് ദി എർത്ത് നമ്മൾ എഴുതണം. അപ്പോൾ ജിയുടെ ഇക്വേഷൻ നമുക്കറിയാം gm/r² ആണെന്നറിയാം അല്ലയോ, ജി ഈക്വൽ ടു gm/r². അപ്പോൾ മാസ് ഓഫ് ദി എർത്തിൻ്റെ സ്ഥാനത്ത് റോ ഇൻറ്റു വോളിയം ഓഫ് എർത്ത് ബൈ r². ഇനി എർത്തിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ നമുക്കറിയാം, വോളിയം എന്ന് പറയുമ്പോൾ എർത്ത് ആസ് എ സ്പിയർ ആയതുകൊണ്ട് വോളിയം ഓഫ് ദി സ്പിയർ എത്രയാണ്, 4/3 πr³ ഡിവൈഡഡ് ബൈ r². അപ്പോൾ ഒരു r² ടേമും r³ കൂടെ ക്യാൻസൽ ആയി പോകും. ബാക്കി ജിയുടെ വാല്യൂ എത്ര വരുന്നത്, ജി ഈക്വൽ ടു 4/3 πg(r) എന്ന് വരും. ഇക്വേഷൻ 1. ഇതിപ്പോൾ r റേഡിയസിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡി ഡെപ്തിലുള്ള ജിയുടെ വാല്യൂ എങ്ങനെ എഴുതാൻ പറ്റും, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് r ആണ്, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് ആ ഒബ്ജക്റ്റ് വരുന്നത്, r-d ഡിസ്റ്റൻസിലല്ലേ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് r. ഇവിടെ സർഫസിൽ നിന്ന് d ഡിസ്റ്റൻസിലാണ് എം ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് അത്ര ഡിസ്റ്റൻസിലാണ് r-d ഡിസ്റ്റൻസ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും, 4/3 πg(ρ) ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്, r-d. ഇക്വേഷൻ 2. ഇനി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചുകൊണ്ട് ഡെപ്തിനനുസരിച്ചുള്ള വേരിയേഷൻ, അതായത് ഇക്വേഷൻ 2 ബൈ ഇക്വേഷൻ 1 ചെയ്യുക. ഡെപ്തിനനുസരിച്ചുള്ള വേരിയേഷൻ അപ്പോൾ ജി ഡി ബൈ ജി ഈക്വൽ ടു ഡെപ്തിനനുസരിച്ച് 4/3 πg(ρ)r-d ഡിവൈഡഡ് ബൈ 4/3 πg(ρ) ഇൻറ്റു r. ഇത്രയും ടേംസ് ക്യാൻസൽ ആയി പോകും. ബാക്കി ജി ഡി ബൈ ജി ഈക്വൽ ടു r-d ബൈ r ഇല്ലയോ. അപ്പോൾ ഇത് ഇനി സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും, r/r എന്ന് പറഞ്ഞാൽ 1 വരും, 1 മൈനസ് d ബൈ r. അല്ലെങ്കിൽ ഡെപ്തിനനുസരിച്ചുള്ള വേരിയേഷൻ ജി ഡി ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് d ബൈ r. അപ്പോൾ ഇവിടെയും ഡെപ്തിനനുസരിച്ച് വേരിയേഷൻ നോക്കുമ്പോൾ ജിയിൽ നിന്നും dg/r മൈനസ് ചെയ്യുന്ന വാല്യൂ ആണ് ഏതിന് വരുന്നത്, ഡെപ്തിന് വരുന്നത്. അപ്പോൾ ഡെപ്തിനനുസരിച്ചും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എന്ത് ചെയ്യാണ്, വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഡി ഡെപ്തിലായിരുന്നു ഒബ്ജക്റ്റ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. ഇനി ഈ ഒബ്ജക്റ്റ് ഫുൾ ഇങ്ങനെ വന്ന് എർത്തിന്റെ സെൻട്രൽ വരുവാന്നിരിക്കുക. അപ്പോൾ ഈ ഡി എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആകും, റേഡിയസ് ഓഫ് ദ എർത്തിന് ഈക്വൽ ആകത്തില്ല. അതായത് ഈ ഡി ഡിസ്റ്റൻസ് പറഞ്ഞ് നീങ്ങി സെൻട്രൽ വരിക. അപ്പോൾ ഡി ഈക്വൽ ടു r ആകും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും, ബ്രാക്കറ്റിൽ 1 മൈനസ് r/r. r/r എന്ന് പറയുമ്പോൾ എത്ര വരും, 1 മൈനസ് 1 ചെയ്യുമ്പോൾ ജി ഡെപ്ത് എന്ന് പറയുന്നത് എന്തായിപ്പോവും, 0 ആയിപ്പോവും. അതായത് അറ്റ് ദ സെന്റർ ഓഫ് ദി എർത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എത്രയായി പോവും, 0 ആണ്. അപ്പോൾ എർത്തിന്റെ സെൻട്രൽ വരിക എന്ന് പറയുമ്പോൾ ഡെപ്ത് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി എർത്തിന് ഈക്വൽ ആവുന്ന അറ്റ് ദ സെന്റർ ജിയുടെ വാല്യൂ 0 ആണ്. ജിയുടെ വാല്യൂ 0 ആണെങ്കിൽ വെയിറ്റ് ഓഫ് ദ ബോഡി അറ്റ് ദ സെന്റർ ഓഫ് ദി എർത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി നമുക്ക് ഇപ്പം നമ്മൾ ഡെപ്തിനനുസരിച്ചുള്ള വേരിയേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്
മാസ് എന്ന് പറയുന്നത് ആസ് എ ഫങ്ഷൻ ഓഫ് ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ മാസിനെ ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം എഴുതണം. അപ്പോൾ ജിയുടെ ഇക്വേഷൻ എഴുതുന്നിടത്തെല്ലാം GM/r². എമ്മിന് പകരം നമ്മൾ എന്തെന്ന് കൊടുക്കണം? റോ ഇൻറ്റു വി എന്ന് കൊടുക്കുക. വോളിയം ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4/3 πr³. കാരണം എന്താണ്? എർത്തിനെ നമ്മളൊരു സ്പിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഡെപ്തിനനുസരിച്ചുള്ള വേരിയേഷൻ്റെ ഇക്വേഷൻ എത്രയാണ്? G × 1 - d/r. ഡെപ്തിനനുസരിച്ചുള്ള വേരിയേഷൻ്റെ ഇക്വേഷൻ ഇത് തന്നെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്തെടുക്കുന്നത്. കാരണം ഇവിടെ നമ്മൾ വേറെ സിംപ്ലിഫിക്കേഷൻ ഒന്നും ചെയ്യുന്നില്ല, ഒരു ഹയർ ടേംസ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് തന്നെയാണ് ഡെപ്തിനനുസരിച്ചുള്ള വേരിയേഷൻ്റെ ഇക്വേഷൻ. ഇനിയിപ്പോൾ നമ്മൾ ഡെപ്തിനനുസരിച്ചുള്ള വേരിയേഷൻ പറഞ്ഞു, ഹൈറ്റിനനുസരിച്ചുള്ള വേരിയേഷൻ പറഞ്ഞു, ഇതെല്ലാം ചേർത്ത് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ആൾട്ടിറ്റ്യൂഡിനനുസരിച്ചുള്ള വേരിയേഷൻ, ജിക്കും ആൾട്ടിറ്റ്യൂഡിനനുസരിച്ചുള്ള വേരിയേഷൻ. അപ്പോൾ ഡെപ്തിൽ ഇപ്പോൾ ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത്, സർഫസിൽ നിന്നും ഡെപ്തിലോട്ട് പോകുമ്പോഴും ഇതിന്റെ വാല്യൂ എന്ത് ചെയ്യണം? കുറഞ്ഞു വരികയാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം അറ്റ് ദ സെന്റർ ഓഫ് ദി എർത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എന്താണ്? 0 ആണ് അല്ലേ? അങ്ങനെ സർഫസിൽ വരുമ്പോഴത്തേക്ക് അതിന് മാക്സിമം വാല്യൂ വരുന്നു ആണല്ലോ. ഇനി ആൾട്ടിറ്റ്യൂഡിനനുസരിച്ചുള്ള വേരിയേഷൻ എങ്ങനെയാണ്? G × 1 - 2h/r അല്ലേ? G ഹൈറ്റ് എന്ന് പറഞ്ഞാൽ G × 1 - 2h/r. അങ്ങനെയാണ് അതിന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ വേരിയേഷൻ അല്ല, -2h/r. അങ്ങനെ അതിനനുസരിച്ചാണ് വേരിയേഷൻ വരുന്നത്. അപ്പോൾ ഏറ്റവും മാക്സിമം വാല്യൂ വരുന്നത് എവിടെയാണ്? ജിക്ക് സർഫസിലാണ് മാക്സിമം വാല്യൂ, അല്ലെങ്കിൽ പോൾസിലാണ് മാക്സിമം വാല്യൂ. ആൾട്ടിറ്റ്യൂഡിനനുസരിച്ച്, അതായത് ഹൈറ്റിനനുസരിച്ചും ഡെപ്തിനനുസരിച്ചും ജിയുടെ വാല്യൂ എന്ത് ചെയ്യാണ്? വേരിയാണ്. ഡെപ്തിനനുസരിച്ച് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ കാരണം ജി ഡെപ്ത് = G × 1 - d/r ആണ്. അതായത് നമുക്ക് ഓൾമോസ്റ്റ് G പ്രൊപ്പോർഷണൽ ടു D എന്ന് പറയാം ഡെപ്തിനനുസരിച്ച്. ഇവിടെ ആണെങ്കിലോ G പ്രൊപ്പോർഷണൽ ടു 2h ആണ്, എർത്തിന്റെ ഹൈറ്റിന്റെ 2 ടൈംസ്. അപ്പോൾ അതനുസരിച്ച് സ്ട്രെയിറ്റ് ലൈൻ വേരിയേഷൻ അല്ല വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കർവ് പോലെ വരച്ചത്. അപ്പോൾ മാക്സിമം വാല്യൂ ജിക്ക് വരുന്നത് സർഫസിലും, ഡെപ്തിലോട്ട് പോകുന്നതോറും അതിന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്ത് സെന്ററിൽ എത്തുമ്പോൾ അതിന്റെ വാല്യൂ 0 ആണ്. സർഫസിൽ മുകളിലേക്ക് ഉയർന്നു പോകുമ്പോഴേ അതിന്റെ വാല്യൂ 2h ടൈംസ് എന്ത് ചെയ്യാണ്? റെഡ്യൂസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ആണ്. എ ബോഡി ഓഫ് വെയ്റ്റ് 63 Newton ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. വാട്ട് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ഇറ്റ് ഡ്യൂ ടു എർത്ത് അറ്റ് എ ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ദ റേഡിയസ് ഓഫ് എർത്ത്. അപ്പോൾ എർത്തിന്റെ റേഡിയസിന്റെ പകുതി ഉയരത്തിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ h/2 ഹൈറ്റിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ അത്രയും ഹൈറ്റിലുള്ള എന്ത് കണ്ടുപിടിക്കണം നമുക്ക്? പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും കണ്ടുപിടിക്കണം. ആ ഓബ്ജക്റ്റിന്റെ മാസ് പറയണം, അതായത് mg/h/2 ചെയ്യണം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഫോഴ്സ് തന്നിട്ടുണ്ട് 63 Newton എന്ന് തന്നിട്ടുണ്ട്. ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ. മാസ് നമുക്ക് കണ്ടുപിടിക്കാൻ എങ്ങനെയാ? 63/g ഓൺ ദ സർഫസ് എത്രയാണ്? 9.8. അപ്പോൾ ആ സെയിം മാസ് തന്നെ അല്ലേ h/2 ഹൈറ്റിലും കൊണ്ടുപോകുന്നത്. അപ്പോൾ മാസിന് വേരിയേഷൻ ഇല്ല. ഇത് ചെയ്യുമ്പോൾ 6.42 കിലോഗ്രാം എന്ന് വരും. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആ ഒബ്ജക്റ്റിന്റെ മാസ് കണ്ടുപിടിക്കാം. മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് തന്നിട്ടുണ്ട്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ mg ആണ്. mg 63 Newton ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ m = 63 ഓൺ ദ സർഫസിലെ g ആണ് 9.8. കാരണം സർഫസിലെ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത്. ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത് ആണ് നമുക്ക് തന്നേക്കുന്നത്. അവിടെ സർഫസിലെ ജിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി h/2 ഹൈറ്റിലെ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ h/2 ഹൈറ്റിലുള്ള ജിയുടെ വാല്യൂ നമുക്ക് അറിയാം അല്ലയോ? g at h/2 height by g equal to, നമുക്ക് g കണ്ടുപിടിക്കാൻ, h ഹൈറ്റിലെ g കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? r² + r + s the whole square ആണ് അല്ലേ? r² / r + s whole square. ഇനി ഹൈറ്റ് എത്രയാവുകയാണ്? h എന്ന് പറയുന്നത് r/2 ആവുകയാണ്. r/2/g. അപ്പോൾ r² / r + h ന് പകരം എന്ത് കൊടുക്കണം? r/2 the whole square എന്ന് കൊടുക്കണം. അത് കൊടുത്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ g r/2/g equal to r² r plus r/2 എത്ര വരും? 3r/2 വരും അല്ലേ? 3r/2 സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ r²
9r² ഡിവൈഡഡ് ബൈ 4 വരും അല്ലയോ? 4 വരും. അപ്പോൾ r² ക്യാൻസൽ ആയി ബാക്കി എത്രയുണ്ട്? gr/2 ബൈ g ഈക്വൽ ടു ഈ 4 ആകുമ്പോൾ ഇപ്പം 4/9 ഇൻറ്റു r റേഡിയസ് ഓഫ് ദി അല്ല ആറിൻ്റെ ടേംസ് എല്ലാം ക്യാൻസൽ ആയി 4/9 ആണ്. അപ്പോൾ gr/2 ഈക്വൽ ടു 4/9 ഇൻറ്റു നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്? 9.8. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 4.312 m/s² ആണ്. അത്രയുമാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ. മാസ് നമുക്കറിയാം എത്രയാണ്? 6.42 കിലോഗ്രാം. ഇത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് h ഹൈറ്റിലെ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് അറ്റ് h/2 ഹൈറ്റിൽ അല്ലേ? അല്ലേ, h/2 അല്ല, നമ്മുടെ എർത്തിന്റെ റേഡിയസിന്റെ പകുതി. അതായത് h ഈക്വൽ ടു r/2 ഹൈറ്റിലെ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് എത്രയാണ്? 6.42 ഇൻറ്റു r/2 ഹൈറ്റിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 4.312 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 27.68 ന്യൂട്ടണിന് കിട്ടും. എന്ത്? ഫോഴ്സിന്റെ വാല്യൂ. എത്ര ഹൈറ്റിൽ? r/2 ഹൈറ്റിൽ. അപ്പോൾ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, എർത്തിന്റെ റേഡിയസിന്റെ പകുതിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആ ഹൈറ്റിലുള്ള ഒബ്ജക്റ്റിന്റെ മാസ്, അപ്പോൾ ആ ഹൈറ്റിലായാലും ഓൺ ദ സർഫസ് ആയാലും ഒബ്ജക്റ്റിന്റെ മാസ് സെയിം തന്നെയാണ്. അപ്പോൾ സർഫസിലെ മാസ് നമുക്ക് തന്നിട്ടുണ്ട്, വെയിറ്റ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ മാസ് കണ്ടുപിടിച്ചു. പിന്നെന്താ ചെയ്തത്? r/2 ഹൈറ്റിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി gr/2 ബൈ g എന്ന് പറയുന്ന ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സിംപ്ലിഫൈ ചെയ്തു. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ആ ഹൈറ്റിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ വാല്യൂ കിട്ടും. അടുത്ത പ്രോബ്ലം ഹോംവർക്കായിട്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ ഇനി അടുത്ത ഡെപ്ത് വെച്ചിട്ടുള്ള പ്രോബ്ലം. Assuming Earth to be a sphere of uniform mass density, how much would a body weigh halfway down to the center of the Earth if it is weighed 250 Newton on the surface of Earth? അപ്പോൾ സർഫസ് ഓഫ് എർത്തിലെ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹാഫ് വേ ഡൗൺ ടു ദ എർത്ത്, അതായത് എർത്തിന്റെ സെന്ററിൽ നിന്ന് ഹാഫ് വേ ഡൗൺ എന്ന് പറയുമ്പോൾ ഹൈറ്റ് എത്രയാണ്? r/2 ഡൗൺവേർഡ് ആണെങ്കിൽ. അപ്പോൾ ഡൗൺവേർഡ് ആണെങ്കിൽ ഇക്വേഷൻ എങ്ങനെയാണ്? g ഡെപ്ത് ഈക്വൽ ടു g ഇൻറ്റു 1 - d/r. അത് വെച്ചിട്ട് ഡെപ്തിലെ g കണ്ടുപിടിക്കുക, 250 ന്യൂട്ടൺ വെച്ചിട്ട് മാസ് കണ്ടുപിടിക്കുക, രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത്രയും ഡെപ്തിലുള്ള ഫോഴ്സ് കിട്ടും. ചെയ്ത് നോക്കുക.